നമസ്കാരം. ഞങ്ങളിന്ന് നാട്ടിക നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാട്ടിക എന്നെ കേൾക്കുന്നവർ ഒരു നിമിഷം ഇതിനു മുമ്പ് നിങ്ങൾ എപ്പോഴാണ് നാട്ടിക മണ്ഡലത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചിട്ടുള്ളത് എന്നുകൂടി ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച ശേഷം വീഡിയോ കേൾക്കുക. എന്തുകൊണ്ട് നാട്ടിക എന്നതിനുത്തരം, നാട്ടിക ഒരു സംവരണ മണ്ഡലമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഒരു തീവാറും പോരാട്ടവും ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഒരാൾ ഒരു ഏതെങ്കിലും മാധ്യമപ്രവർത്തകർ ആ മണ്ഡലത്തെ എടുത്ത് കൂടുതൽ വിശകലനം ചെയ്ത് 140 മണ്ഡലങ്ങളും വിശകലനം ചെയ്യും. എന്നിരുന്നാൽ കൂടിയും അതിൽ തന്നെ കാറ്റഗറി പ്രയോറിറ്റി കൊടുക്കും. അങ്ങനെ ഒരു പ്രയോറിറ്റിയിൽ സാധാരണഗതിയിൽ മുൻനിരയിൽ വരാത്ത ഒരു മണ്ഡലം ഇക്കുറി മുൻനിരയിൽ വരണമെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ട് ചില വിഷയങ്ങളാണ് അവിടെ വരുന്നത്. അതിലേക്ക് അത് പറഞ്ഞുകൊണ്ട് നാട്ടുകാരിലേക്ക് അവിടെ ആര് ജയിക്കും ആര് ജയിക്കില്ല എന്നുള്ളതൊക്കെ ഇനിയും അങ്ങനെ ഒരു കടുത്ത മത്സരമല്ല നടക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായ ചില ചില പലകകൾ റിസൾട്ടിലൂടെ തെളിയാൻ പോകുന്ന ഒരു മണ്ഡലമാണ് കേരളത്തിൽ നാട്ടിക എന്ന് പറയുന്നത്. കാര്യത്തിലേക്ക് വരുന്നു. ഇവിടെ CC മുകുന്ദൻ എന്ന് പറയുന്ന സിറ്റി MLA അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇത്തവണ CPI സീറ്റ് കൊടുക്കുന്നില്ല. CPI അറിയാമല്ലോ, നമ്മൾ ഒരു പാർട്ടിയും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ CPI എന്ന് പറയുന്നത് വളരെ വലിയ CPM-ലും വലിയ ചാരിത്ര പ്രസംഗം നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് CPI. എന്നാൽ CPM-ന്റെ വോട്ട് നേടിക്കൊണ്ട് ജയിച്ചു കയറുകയും ചെയ്യുന്നു. ആ പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടാണ് കേരളത്തിലത്തെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നടത്തിക്കൊണ്ടാണ് CC മുകുന്ദൻ എന്ന് പറയുന്ന CPI-യിലെ സിറ്റി MLA വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് 2 തവണ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് സ്വാഭാവികമല്ലേ. വിശേഷിച്ചും CC മുകുന്ദൻ മത്സരിക്കുന്ന സമയത്ത് തൊട്ടു മുമ്പ് അവർ നേടിയിരുന്ന CPI നേടിയിരുന്ന ഗീതാഗോപിയിലൂടെ നേടിയിരുന്ന ആ ഗീതാഗോപിയാണ് ഇക്കുറി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് 3ാമത്തെ തവണ. ഗീതാഗോപിയിൽ നേടിയതിലും കൂടുതൽ ഭൂരിപക്ഷം നേടിയാണ് 2021 CC മുകുന്ദൻ എന്ന് പറയുന്ന സാധാരണക്കാരൻ അവിടെ വിജയിച്ച് കയറുന്നത്. അപ്പോൾ 2014 കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ പോൾ ചെയ്ത വോട്ടിൻ്റെ ഏതാണ്ട് ഒരു 46% പിടിച്ചുകൊണ്ട്, അത് 2014 2021 CPI അത് തന്നെയാണ് പിടിച്ചുകൊണ്ട് ഗീതാഗോപി അവിടെ ജയിച്ചു വരുന്ന സാഹചര്യത്തിൽ 26,000 വരെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്. അത് CPI-യുടെ മണ്ഡലമാണ് വാസ്തവത്തിൽ. അത് അതായത് വളരെ പ്രസിദ്ധരായ ആൾക്കാർ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. നമുക്ക് ഉദാഹരണത്തിന് ഏറ്റവും പെട്ടെന്ന് പറയേണ്ടത് നമ്മുടെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് രാമു കാര്യട്ട് എന്ന് പറയുന്ന എക്കാലത്തെയും പ്രഗത്ഭനായ മനുഷ്യൻ രാഷ്ട്രീയ കടലിൽ ഇറങ്ങി അവിടുന്ന് വിജയിച്ചു വന്ന ഒരു മണ്ഡലം കൂടിയാണ് നാട്ടിക. അപ്പോൾ നാട്ടികയ്ക്ക് അങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കൃഷ്ണൻ കണിയാമ്പറമ്പിൽ എന്ന് പറയുന്ന CPI-കാരൻ വളരെ സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു. പിന്നെ TN പ്രതാപൻ കോൺഗ്രസിൻ്റെ ഇങ്ങനെ കോൺഗ്രസിനോട് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. ഈ TN പ്രതാപനിൽ നിന്നാണ് ഗീതാഗോപി വീണ്ടും വിജയിച്ച് കയറും, സീറ്റ് പിടിച്ചെടുക്കുകയും CPI-ക്ക് കൊടുക്കുകയും പിന്നെ വിജയിച്ച് കയറുന്നത്. 2 തവണ ഗീതാഗോപി അവിടെ മത്സരിക്കുന്നു. പിന്നെയാണ് CC മുകുന്ദനിലെത്തുന്നത്. CC മുകുന്ദൻ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴ സാഹചര്യത്തിലാണ് പേയ്മെൻറ്റ് സീറ്റ് വിവാദം വരുന്നത്. പേയ്മെൻറ്റ് സീറ്റ് വിവാദം എന്ന് പറയുന്നത് തമാശയാണല്ലോ വാസ്തവത്തിൽ. കാരണം CPI പോലൊരു പാർട്ടിയിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ CPI പോലൊരു പാർട്ടിയിൽ അവർ ഇത്രയും വലിയ ചരിത്ര പ്രസംഗം നടത്തുന്ന പാർട്ടിയിൽ ഒരു പേയ്മെൻറ്റ് വിവാദം വരുന്നു. അതും അവിടെ തന്നെയുള്ള ധരാഠ്യയായ അത് ഞാനത് ഒന്നുകൂടി എടുത്ത് പറയുന്നില്ല. പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ അവരുമായി ബന്ധപ്പെട്ട അവരുടെ മകളുമായി ബന്ധപ്പെട്ട വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേരളം ചർച്ച ചെയ്താണ് പലപ്പോഴും. അപ്പോഴുമൊക്കെ CPI ഒരു നിൽക്കക്കളില്ലാതെ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം പോട്ടെ. ഗീതാഗോപി അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെയൊന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല. അവർക്ക് നേരെ ഉയർന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സീറ്റ് എന്നുള്ളത്. എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് ഒരു സംവരണ മണ്ഡലത്തിലെ ഒരു CPI-കാരൻ പറയുക, CPI നേതൃത്വത്തെ ചോദ്യം ചെയ്യുക, അതിൻ്റെ അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യുന്നത് ധനാഢ്യയായ മറ്റൊരു CPI-കാരി. പാവപ്പെട്ടവന് ഒരിടത്തും നിൽക്കക്കളിയില്ലെന്നേ. പൈസ ഇല്ലെങ്കിൽ മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ പേയ്മെൻറ്റ് സീറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. സാധാരണക്കാരായ പട്ടികജാതി വിഭാഗക്കാരുള്ള ഒരു മണ്ഡലത്തിൻ്റെ സ്ഥിതിഗതികൾ ഇപ്പോഴും വളരെ ദയനീയമാണ്. ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴും പല ഫണ്ടുകളും ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല. അത് സാധാരണക്കാരനായ ഒരു വ്യക്തി ആണിത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ അല്പം കൂടിയൊക്കെ മെച്ചപ്പെട്ടതിലുണ്ടാകട്ടെ, കാര്യങ്ങളൊക്കെ പോട്ടെ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാരണവശാലും തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് അറിയുന്ന വേളയിലാണ് CC മുകുന്ദൻ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നത്. വലിയ തോതിൽ പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളിപ്പോൾ കേരളത്തിൽ
പുതുമയല്ല. പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി പോയി ചേക്കേറി സീറ്റ് വാങ്ങിക്കുക എന്നുള്ളതൊരു അതൊക്കെ വന്നില്ലെങ്കിലാണ് ഇപ്പോൾ കുഴപ്പം. ഇപ്പം എല്ലാ പാർട്ടിയിലും ഉള്ളവർ എല്ലാ പാർട്ടിയിലും പോയി നിൽക്കുന്ന ഒരാൾക്കാരുടെ ഒരു അവസ്ഥ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിലും സംജാതാവും. സമാനമായ അവസ്ഥയാണ് അസമിൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ BJP എടുത്തു നോക്കുള്ളൂ, അയാൾ പണ്ട് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനെ എടുത്ത് നോക്കുക, അയാൾ പണ്ട് BJP ആയിരുന്നു. എല്ലാ പാർട്ടിയിലും പെട്ട ആൾക്കാരാണ് ഇപ്പോൾ അവിടെ മത്സരിക്കുന്നത്. കാരണം അതിന് സൗഹൃദ മത്സരമുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അത്രയും പഥപ്പതിച്ച ഒരു നമ്മൾ ഈ സംശുദ്ധ രാഷ്ട്രീയം എന്നൊക്കെ പറയെങ്കിലും അത് എപ്പോഴും ആ പദങ്ങളൊക്കെ എടുത്ത് പറയുന്നത് പിന്നെ CPI-കാരാണ്. ചുരുക്കം പറഞ്ഞാൽ വിരൽ ചൂണ്ടുന്നത് CPI-യുടെ നേതൃത്വത്തിലേക്കാണ്. CPI നേതൃത്വം പറയാതെ വയ്യ. ബിനോയ് വിശ്വം CPI നേതൃത്വത്തിലേക്ക് വന്ന നാൾ മുതൽ അദ്ദേഹത്തിന് അതൊന്നും കഴിയില്ല. വാസ്തവത്തിൽ നമുക്ക് പിന്നെ സാഹചര്യങ്ങൾ മറ്റൊരവസരത്തിൽ വിലയിരുത്താം. പക്ഷേ CC മോഹൻദൻ കോൺഗ്രസിലേക്ക് ചേക്കാറാനുള്ള സമയം, അതായത് ഒരു മനുഷ്യൻ്റെ വാശിയാണ് വലുത്. ഒരു കമ്മ്യൂണിസ്റ്റ്, ഒരു പച്ചയായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ അങ്ങനെയാണ്, താമസം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പോലും ഇത്തരം സാഹചര്യങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ ഉൾക്കൊള്ളാൻ, അതും ഒരു സംവരണ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാഹചര്യം വരെ വെച്ചാൽ പിന്നെ എന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം എനിക്കിതൊന്നും ഒരു മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്, ഒരു വിരോധം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ വരിക, പോരാടാൻ ഉറയ്ക്കുക. അങ്ങനെ പോരാടുമ്പോൾ താൻ വിശ്വസിച്ച പ്രമാണങ്ങളെ, താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിനെ എതിർക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ മൗനമായിരുന്നാൽ അത് അന്ത്യം, താനെന്ന് പറയുന്ന വ്യക്തിയുടെ അന്ത്യമാണെന്ന് ചിന്തിക്കുന്ന ചിലർ എന്തും വരട്ടെ എന്ന് വെച്ച് കടലിൽ ചാടും പോലെ മറ്റേതെങ്കിലും പാർട്ടിയെ സഹായം അർപ്പിച്ച് മുന്നോട്ട് പോകും. CC മോഹൻദൻ ഇല്ലാത്ത പൈസയൊക്കെ കടം മാറ്റി നേരെ ഹൈക്കമാൻഡിനെ കാണാൻ പോയി. പക്ഷേ ഹൈക്കമാൻഡ് വേറൊരു പ്രസ്ഥാനമാണ്, അത് CC മോഹൻദൻ അറിയില്ല. CC മോഹൻദൻ അവിടെ ചെന്നിട്ട് വാതിൽ പോലും തുറന്നു കൊടുത്തില്ല. KC വേണു പറഞ്ഞു നാട്ടിൽ വന്നവനെ അടുപ്പിക്കരുത്. സ്വാഭാവികമായിട്ടും അവിടെ രാഹുൽ ഗാന്ധിക്ക് CC മോഹൻദനെ എവിടെ നിന്നിട്ട് അറിയാൻ, ഹൈക്കമാൻഡ് സോണിയയ്ക്ക് എങ്ങനെ അറിയാൻ? സ്വാഭാവികമായിട്ടും അവിടെ വാതിൽ കൊട്ടി അടച്ചെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ മുതലാളിമാരല്ല വാതിൽ കൊട്ടി അടച്ചത്, അത് CC മോഹൻദനാണെന്ന് അറിയുന്ന കോൺഗ്രസ്സുകാരാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് CC മോഹൻ ആളുകൾ തിരിച്ച് അങ്ങനെയൊക്കെ പൈസയ്ക്ക് പിരിച്ച് അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് തന്നെ വണ്ടി കയറി. അതിനിടയ്ക്ക് തന്നെ മറ്റൊരു ഓപ്പറേഷൻ നടന്നിരുന്നു. BJP സംബന്ധിച്ചിട്ട് പിന്നെ അവർ ഇത്തരത്തിൽ അടർന്നു വീഴുന്ന പിന്നെ സംവരണക്കാരെ, അതിന് കണക്കുകൾ നേരത്തെ ഞാൻ പറയുകയാണ്, ആ ടോപ്പിക് അതല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംവരണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച പാർട്ടി BJP-യാണ്. അവരെന്ത് ചെയ്യുന്നു അതൊക്കെ നമുക്ക് മറ്റൊരു ഇഷ്യൂ. പക്ഷേ സ്വാഭാവികമായും കൂടുതൽ സ്ത്രീകൾക്ക് പിന്നെ സീറ്റ് കൊടുക്കുകയും കൂടുതൽ സംവരണ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കുകയും ചെയ്ത, ഇവിടെ സീറ്റ് കൊടുത്താൽ പോലും BJP ചേർക്കണ്ടേ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 2 ലോക്സഭയെ നിങ്ങൾ നോക്കിക്കോളൂ കണക്കുകൾ. അത് വേറെ ദിവസത്തിൽ വീഡിയോയുമായി ഞാൻ വരാം, അതിൻ്റെ കണക്കുകളുമായി വരാം. അപ്പോൾ അത് ആൾക്കാർ പറയും അതൊക്കെ കാപ്പട്യമാണ്, ഇവരൊക്കെ കൂടെ നിർത്താൻ വോട്ടിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ഇവരെ കൂടെ നിർത്തൂ. അങ്ങനെ പോലും ഇല്ലാത്ത 2 പാർട്ടികൾക്കിടയിലാണ് ചെന്ന് വീണത് ഇദ്ദേഹം. സ്വാഭാവികമായിട്ട് ഇദ്ദേഹം വരുന്നു, ഇദ്ദേഹത്തിന് സീറ്റ് BJP കൊടുക്കുന്നു. BJP കേരളത്തിലുടനീളം ഇങ്ങനെയുള്ള ചില കളികൾ, രാഷ്ട്രീയ കളികൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇവരെ ചേർത്ത് നിർത്താൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും CC മോഹൻദൻ അവിടെ പിന്നെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇതാണ് അവിടുത്തെ സാഹചര്യം. അതാണ് ഞങ്ങളെ കൊണ്ട് നാട്ടിക മണ്ഡലം. ഇവിടെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ എങ്ങനെ മാറുമെന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി PK രാജൻ്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. PK രാജൻ്റെ ആണെന്ന് എൻ്റെ ഓർമ്മ, CPI നേതാവിൻ്റെതാണ്. മുകുന്ദേട്ടനിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. എത്ര മര്യാദയെന്ന് വെച്ചപ്പോൾ മുകുന്ദേട്ടൻ ചെറ്റയാണെന്ന് പറഞ്ഞില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്. അതായത് പറഞ്ഞാൽ തിരിച്ചടിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. കാരണം ആ മനുഷ്യൻ ഇപ്പോഴും അങ്ങോട്ട് കൂടില്ല താമസം. അപ്പോൾ മുകുന്ദേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ പൊളൈറ്റായിട്ട്. അപ്പോൾ അവിടെ മുകുന്ദേട്ടൻ ഇപ്പോഴും പറയാനുള്ളൊരു മാനസികാവസ്ഥയുള്ള CPI-ക്കാരുണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള CPI-ക്കാരുടെ ഉണ്ട് എങ്കിൽ സാധാരണക്കാരായ മുകുന്ദനെ, അല്ലെങ്കിൽ എന്ത് പാർട്ടിയും ആയിക്കോട്ടെ, ഞങ്ങൾ മുകുന്ദേട്ടനോടൊപ്പമാണ് എന്ന് ചിന്തിക്കുന്ന CPI-ക്കാരവിടെ ഉണ്ട് എങ്കിൽ അവിടെ അത്ഭുതം സൃഷ്ടിക്കാനുള്ള സാഹചര്യമുണ്ട്. അവിടെ നമുക്ക് സൂചിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 2014 33,000 വോട്ടുകളാണ് TV ബാബു എന്ന് പറയുന്ന ആൾ BDJS-ന്റെ പേരിൽ നിന്ന് ഇവിടെ നാട്ടികയിൽ പിന്നെ മത്സരിക്കുമ്പോൾ കിട്ടുന്ന സീറ്റ്, പിന്നെ വോട്ടുകൾ. ഇനി അത് 2021 ലോചന നമ്പാട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം വീണ്ടും 33,000 വോട്ട് പിടിക്കുന്നു. അത് BJP കണ്ടക്റ്റ് ആയിരുന്നു. അപ്പോൾ BJP നിന്നാലും BDJS നിന്നാലും 33,000 വോട്ട് അവിടെ കിട്ടുന്നു എന്ന് ഉറപ്പായി. 30,000 വോട്ട് വെക്കൂ. ജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 72 അപ്പോൾ നമ്മുടെ ഒരു മണ്ഡലത്തിൽ ഒരു 60, 50, ചില മണ്ഡലങ്ങൾ 50 സാഹചര്യം പോലിരിക്കും. ഒരു 72 വോട്ട് വയ്ക്കും, 70 വോട്ട് വയ്ക്കും അവിടെയും. അങ്ങനെ 70 വോട്ട് കിട്ടും. ഇവിടെ 33 ഉണ്ട്, അവിടെ 72 ഉണ്ട്.
ഇതാണ് സാഹചര്യം എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ കണക്കിലേക്ക് വരുന്നത്. സുനിൽ ലാലൂർ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ പിന്നെ മത്സരിച്ച ആ മനുഷ്യൻ, അദ്ദേഹം ഇക്കുറി വീണ്ടും മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 44,000 അവർ 45,000 വോട്ടുകളാണ് കിട്ടിയത്. ഈ കോൺഗ്രസിന് അനുകൂലമായ ഒരു വേവ് ഇപ്പോൾ കേരളത്തിലുടനീളം ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ചിലപ്പോൾ പിന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട്, സാധാരണയിലുണ്ടാവും. ഈ BJP ഭരിച്ചാലും ഏത് പാർട്ടി ഭരിച്ചാലും ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹം കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കുന്നതായിരിക്കട്ടെ, ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നു. പിന്നെ ഇദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥി കുറച്ച് കൂടുതൽ സീറ്റ് പിടിക്കുന്നു. ഇനി 28,000 ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്നത്, 28. ഇതിൽ ഒരു 14-15 വോട്ടുകൾ പിന്നെ എന്താണ് നമ്മുടെ ഈ CC മുകുന്ദൻ എന്ന് പറയുന്ന ആൾ പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ, ഞാൻ പറയുന്നത് കണക്കുകളാണ്, ഇനി നിങ്ങൾ ചിന്തിക്കണം. ആരെങ്കിലും ആൾ തോക്കുമെന്നോ വിജയിക്കുമെന്നോ അല്ല ഞാൻ പറയുന്നത്. രാഷ്ട്രീയമായ തികഞ്ഞ ഒരു അനൗചിത്യമാണ് ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകാമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നിൽക്കക്കള്ളി ഇല്ലാതെ മനുഷ്യൻ നാളെ ഇതുവരെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുകയും ആ പ്രസ്ഥാനം പുല്ലുവില കൊടുത്തുകൊണ്ട് പുറത്തെറിയുകയും ചെയ്യുന്ന സമയത്ത് താൻ ഇതുവരെ ജീവിച്ചിരുന്ന വിശ്വസിച്ചിരുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വരികയും സാധാരണക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റിന് ഇപ്പോൾ പാർട്ടി ഇതാണ് കാണിക്കുന്നത് എന്ന് തുറന്നു കാട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വിരുദ്ധ ചേരിയിലുള്ള ആൾക്കാരുടെ സഹായം സ്വീകരിക്കുന്നു, അവിടെ നിൽക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഒരു വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഒരു 45-48 വോട്ട് വരെ ഇദ്ദേഹത്തിന് ഒരു പിടിക്കാനുള്ള സാധ്യതയാണുള്ളത്. അവിടെ ടൈറ്റ് മത്സരമായി വരും. ഈ BJP രണ്ടാമത് വന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഒരുപക്ഷെ അത് മൂന്നാമത് വന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം രണ്ടാമത് എത്താനുള്ള സാഹചര്യം അവിടെ ഉരുത്തിരിഞ്ഞു വരും. അതാണ് പറയുന്നത്. പിന്നെ എത്രമാത്രം വോട്ട് കൂടുതൽ പിടിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇടതുപക്ഷത്തിൽ നിന്ന് വോട്ടുകളുടെ ചോർച്ച വരുന്നത്. ആ ചോർച്ചയാണ് വാസ്തവത്തിൽ ഇവിടെ ചർച്ചയാക്കാനും ഞങ്ങൾ ഉദ്ദേശിച്ചത്. കൂട്ടത്തിൽ ഒരു തമാശ എന്ന് പറയുന്നത്, ഇതിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട സാധാരണക്കാരനാണ്. ആദ്യം BJP എന്ത് ചെയ്തു, ഈ മണ്ഡലത്തിൽ CC മുകുന്ദൻ്റെ എതിരായ പോസ്റ്ററുകൾ എല്ലായിടത്തും കൊണ്ട് ഫ്ലക്സ് ഒട്ടിക്കുന്നു, ഇതൊട്ടിക്കുന്നു. CC മുകുന്ദനെ താറടിച്ച് കാണിച്ചുകൊണ്ടുള്ള സംഭവങ്ങൾ വെച്ചിരുന്നു. ഇദ്ദേഹം BJP കാൻഡിഡേറ്റ് അവതരിക്കുന്ന അതേ സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്തു, ആ വോട്ടുകളെല്ലാം ഈ ബോർഡുകളെല്ലാം പെറുക്കി മാറ്റിയവർ. ഇതേപോലെ CC മുകുന്ദൻ്റെ മണ്ഡലത്തിലേക്കുള്ള സംഭാവനകളെ കുറിച്ച് എഴുതിയും പറഞ്ഞും ഒക്കെ വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം ഒരു രാത്രി കൊണ്ട് മായ്ക്കേണ്ട അവസ്ഥ LDF-നും വന്നു. ഇനി ഞങ്ങളുടെ MLA ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന് LDF-ന് പറയാൻ പറ്റുമോ? പറയേണ്ടി വരും. CC മുകുന്ദൻ ഞങ്ങളുടെ MLA ആയിരുന്ന സമയത്ത് ഇന്ന കാര്യം. അപ്പോൾ ഈ ഈ നേട്ടങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് LDF-ന് ഇപ്പോൾ വോട്ട് ചോദിക്കേണ്ടുന്ന അവസ്ഥ പറ്റുന്നുമില്ല. കാരണം എന്തെങ്കിലും നമുക്കൊപ്പം നിന്നിരുന്ന CC മുകുന്ദൻ അന്ന് ചെയ്തത് ഇനി ചെയ്യാൻ കഴിയില്ലാത്തതൊന്നും അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. CC മുകുന്ദൻ അവിടെ ഒരു താരമാണിപ്പോൾ, അത് ഉറപ്പ് തന്നെയാണ്. CC മുകുന്ദൻ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് CC മുകുന്ദൻ അത് ആൾക്കാരുടെ മുന്നിലേക്ക് വരുമ്പോൾ BJP-യിലേക്ക് കൂറുമാറി വരുന്ന ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിനെ ആൾക്കാർ തള്ളിക്കളയുമോ എന്നുള്ളതും, ലാലു അവിടെ കഴിഞ്ഞ തവണത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ കുറച്ച് വോട്ട് കൂടുതൽ പിടിക്കാൻ കഴിയുമോ എന്നുള്ളതും, LDF കാൻഡിഡേറ്റിൻ്റെ തൃശങ്കു പേയ്മെൻറ്റ് സീറ്റിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള 7 വർഷത്തിൽ അനുഭവിച്ച ഒരാൾ ഇനി മേലിൽ ഇങ്ങനെ ഉള്ള ഒരാൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനമെടുക്കാൻ നാട്ടുകാർക്ക് സാധിക്കുമോ? ഇത്തരം വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലായിരിക്കും ഒരു പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നത്. വലിയ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പോളറൈസേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകുമ്പോൾ വോട്ട് ചോർച്ചകൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയാണ് വരുന്നത്. ആ സാധ്യതയ്ക്കൊടുവിൽ മലക്കമറിച്ചുകൾക്കൊടുവിൽ ഒരു പ്രതീക്ഷയുമില്ലായിരുന്ന BJP-ക്ക് രണ്ടാം സ്ഥാനത്തേക്ക് എത്താനുള്ള സാധ്യത മുമ്പിലേക്ക് എത്തുമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് നാട്ടികയ്ക്ക് പ്രസക്തി വരുന്നത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കാപ്പട്യം തുറന്നു കാട്ടുന്ന പേയ്മെൻറ്റ് വിവാദം CPI-ക്ക് ഉറപ്പായും തന്നെ ഒരു തിരിച്ചടി കൊടുക്കുമെന്ന്, അതും പ്രത്യേകിച്ച് സംവരണ മണ്ഡലമാണെന്ന് പറയുക. അപ്പോൾ അവരോട് തന്നെ ഇതാണ് കാഴ്ചപ്പാടെങ്കിൽ പിന്നെ ആരൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. എപ്പോഴും ഇങ്ങനൊരു വിഭാഗത്തോട് ഇതാണ്, പൈസ ഉണ്ടെങ്കിൽ ജാതിക്കും മതത്തിനും ഒക്കെ മുകളിലായിട്ട് പൈസ ഒഴുകുന്നു എന്നുള്ളതാണ്. അതാണ് എൻ്റെ പൈസ ഇല്ല എന്ന് പറയാനുള്ള കാരണം. പൈസ ഇല്ലാത്തവനെ പാർട്ടി നിർത്തിയപ്പോൾ ആ പൈസ ഇല്ലാത്തവനെ ആ സമുദായക്കാർ എങ്കിലും കൂട്ടത്തിൽ ചേർക്കുമോ എന്നുള്ളതാണ് ആ ചോദ്യം. മറ്റുള്ളവർക്കും സിറ്റുവേഷൻ വേറെയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് ഗീതാഗോവിലും വലിയ ഭൂരിപക്ഷം നേടിയിട്ടാണ് CC മുകുന്ദൻ ജയിക്കുന്നത്. അവരെ മൂന്നാം സ്ഥാനത്തേക്ക് ന്യായമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ആദ്യം കേൾക്കുമ്പോൾ ന്യായമെന്ന് തോന്നും. എന്ത് കാലത്ത് അദ്ദേഹത്തെ മാറ്റി വികസനം നടത്തിയില്ലേ? അപ്പോൾ അത് പേയ്മെൻ്റ് ആണ് എന്ന് ഏറെക്കുറെ ബോധ്യമാകുന്ന സാഹചര്യത്തിൽ വോട്ടപ്രകാരം അറിയും. ജയിച്ചു വരാൻ UDF സ്ഥാനാർത്ഥിക്ക് നല്ലൊരു അവസരമാണ്. അത് മുതലാക്കാനുള്ള സാഹചര്യത്തിലാണ് UDF എത്തിക്കുന്നത്. സംഭവിച്ചുകൂടായികയില്ല. അപ്പോൾ ഇതിൽ ഏതാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൗതുകമാണ്. ഏഷൻ
തീരുന്നവരെ കാത്തു നിൽക്കണം, വോട്ടെണ്ണുന്നവരെ കാത്തു നിൽക്കണം. അതാണ് ഞങ്ങൾ നാട്ടികയിലേക്ക് ചെല്ലാനുള്ള കാരണം.